ബാബു. എന്താ സാർ? കഥ പറയാൻ വന്നവർ വേറെ ചെത്തുകാരനെ അന്വേഷിച്ചു പോയി. ഒറ്റക്കൊമ്പൻ പടത്തിന്റെ സോങ് നാളെ തുടങ്ങിയില്ല എങ്കിൽ പ്രൊഡ്യൂസർ വിഷം കുടിച്ചു മരിക്കുമെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. മരിച്ചില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലുമെന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഡെൻമാർക്കിൽ ഷൂട്ട് ചെയ്യാമെന്ന് ഏറ്റിട്ട് ഇപ്പൊ അവൻ പറയാ ഇവിടെ തന്നെ മതിയെന്ന്. പന്നൻ. വെക്കടാവിടെ ഹിറ്റാണെന്ന് നീ എന്തിനു നുണ പറഞ്ഞു? സാർ, സാറിന്റെ ഓരോ പുതിയ പടം ഇറങ്ങുമ്പോഴും പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞ് ഞാൻ മടുത്തു സാർ. മാത്രമല്ല സാറിന്റെ വിഷമം കാണുമ്പോ എനിക്ക് കരച്ചിലടക്കാനും കഴിയുന്നില്ല സാർ. സത്യമാണ്. എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നത്? അതാ സാർ എനിക്ക് മനസ്സിലാകാത്തത്. ബാബു, ഇന്നൊരു തമാശ ഉണ്ടായി ബാബു. ഞാൻ പുറത്തു പോയി വരുമ്പോ ഗേറ്റിൽ 3-4 തമിഴര് നിൽക്കുക. ഡോക്ടർ സരോജ് എന്നുള്ള നെയിം ബോർഡ് കണ്ടിട്ട് സന്ധിവാദത്തിന് ചികിത്സ തേടി വന്നതാ. ഞാൻ അവരോട് പറഞ്ഞു, ഇത് വേറെ ഡോക്ടറാ, പ്രീ ഡിഗ്രി തോറ്റ ഡോക്ടർ. ബാബു, ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എൻ്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. സാർ, അപ്പൊ നാളത്തെ ഒറ്റക്കൊമ്പന്റെ ഡാൻസിന്റെ കാര്യം? ഈ നടുവൊടിഞ്ഞ് ഞാൻ എങ്ങനെയാടോ പാട്ടും ഡാൻസും ഒക്കെ ചെയ്യുന്നത്? സാർ, ഒപ്പമുള്ള നായികമാരും നടുവൊടിഞ്ഞ മട്ടിൽ ഡാൻസ് ചെയ്യുന്ന രീതിയിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഹലോ, ആരാണ്? ആര്? പച്ചാളം ബാസിയോ? എന്ത് വേണം? ഇല്ല, ഇപ്പോൾ കാണാൻ സൗകര്യപ്പെട്ടില്ല. എനിക്ക് ഫോർട്ട് വെച്ച് വരെ എത്തണം. ഷൂട്ട് അവിടെയാ. ഇപ്പൊ തന്നെ വൈകി, നടക്കില്ല. ഓഹ്, ഒരു കാര്യം ചെയ്യും, ലോബിയിൽ വെയിറ്റ് ചെയ്യും. ഞാൻ ഇറങ്ങുമ്പോ കാണാൻ ശ്രമിക്കാം. ഇപ്പൊ തുരപ്പന്മാരുടെ സീസണാണോ? ആ പച്ചാളം ബാസി ഇറങ്ങിയിരിക്കുന്നു എന്നെ കാണാൻ. അയാളിപ്പോ വലിയ പ്രൊഡ്യൂസർ അല്ലയോ? അസറ്റ്സ് കണ്ടമാനം ഉണ്ടാക്കിയെന്നാ കേൾക്കുന്നേ. അതെ അതെ, സ്വന്തം പണം മുടക്കി നിർമ്മാണത്തിന് ഇറങ്ങുന്നവർക്കല്ലേ നഷ്ടം വരൂ. ക്ഷമിക്കണം റഫീഖ് സാറേ, 1 മിനിറ്റ് ഒന്ന് കാണുക, അഭിനന്ദനം അറിയിക്കുക, ഉടനെ മടങ്ങുക, അത്രയേ ഉള്ളൂ. ഹാർദമായ അഭിനന്ദനങ്ങൾ. റഫീഖ് സാറിന് ദേശീയ അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ വടക്കേന്ത്യൻ പര്യടനത്തിലായിരുന്നു. ഇയാളുടെ ലോബിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പൊ പോയേക്കാം, ഉടനെ പോയേക്കാം. അല്ല, വടക്കേന്ത്യയിലെ പണിയൊക്കെ കഴിഞ്ഞു. രാജപ്പന് ഉടനെ കേണൽ പദവി കിട്ടുമോ? രാജപ്പനോ? ഓ, സരോജ് കുമാർ, നിങ്ങൾ പണ്ടത്തെ കൂട്ടുകാരാണല്ലോ. കേണൽ പദവി എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ സിനിമയിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം രാജപ്പനെ കേണലാക്കാൻ വേണ്ടി പച്ചാളം ബാസി ഉത്തരേന്ത്യ മുഴുവൻ കറങ്ങണമെന്ന്. എന്നിട്ട് പട്ടാള ഉദ്യോഗസ്ഥന്മാര് വല്ലവരും വീണോ? ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും അപകടം പറഞ്ഞുണ്ടാക്കിയാൽ അത് നാക്കി പോലും തൊടാതെ അണ്ണാക്കിലുടങ്ങി വിഴുങ്ങുക. ലുധിയാനയിൽ ബ്രിഗേഡിയർ നിജലിംഗപ്പയെ ഏത് ദിവസം ഏത് സമയത്ത് കണ്ടെന്ന് ഞാൻ പറയട്ടെ. നിജലിംഗപ്പയെ ഞാൻ കണ്ടു. ഞാൻ എന്റെ മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചു എന്നുള്ളത് നേരെ. പഠിക്കലേ, ഈ നിജലിംഗപ്പയും പച്ചാള സാറും അളിയന്മാരാ. അതുകൊണ്ടാ ലുധിയാന വരെ പോയി അയാളെ കല്യാണം വിളിച്ചത്. പച്ചാളം എന്തോ ദേശീയ അവാർഡ് കിട്ടിയെന്ന് എന്നെ അഭിനന്ദിക്കാൻ വന്നതല്ലെന്നറിയാം. എന്താ ശരിക്കുള്ള കാര്യം? പെട്ടെന്ന് പറ. സത്യം പറയാലോ, റഫീഖ് സാർ ആളൊരു കുറുക്കനാ. ചെന്നായ്ക്കളുടെ നടുവിൽ കുറുക്കനെങ്കിലും ആയില്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്ന എങ്ങനെയാ? അടുത്ത മാസം ഞാനൊരു പുതിയ പടം തുടങ്ങുകയാണ് ചെന്നൈയിൽ. ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനൊരു അലക്സാണ് തിരക്കഥയും സംവിധാനം. ഉഗ്രനൊരു ക്യാരക്ടർ. 12 ദിവസം മതി, ഒന്നൊന്ന് അഭിനയിച്ചു തരണം. സൗകര്യപ്പെടില്ല. പതിപോലെ സാറിന്റെ നായകൻ രായപ്പൻ തന്നെ ആയിരിക്കുമല്ലോ. അയ്യോ റഫീഖ് സാറേ, സരോജ് സാർ ഇപ്പൊ പഴയ ആളൊന്നും അല്ല. അതേ പഴയ ആളല്ല, സ്റ്റണ്ട് ചെയ്ത് നടു ഒടിഞ്ഞിരിക്കല്ലേ. പടങ്ങളാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. റഫീഖ് സാറേ, റഫീഖ് സാറേ, റഫീഖ് സാറേ, രാജപ്പന്റെ കഥാപാത്രത്തെ ഇടയ്ക്കിടക്ക് പുകഴ്ത്താനും ആള് ഭയങ്കരനാണെന്ന് പറയാനും കുറച്ച് 7ാം കൂലികൾ ചുറ്റും വേണം. അതിലൊന്നും ഞാൻ. മറ്റേതാരൊക്കെയാ? അയ്യോ സാറേ, ഇത് കഥ വേറെയാ. എന്നെ കിട്ടില്ല. പറയുന്ന കാശ് തരാം. എന്നെ ഒഴിവാക്കിയാൽ പറയുന്ന കാശ് ഞാൻ അങ്ങോട്ട് തരാം. അവനെ കാണുമ്പോ തന്നെ എനിക്ക് കലിയേറും. പിന്നെ ഒന്നിച്ചുള്ള അഭിനയം. ആളെ വിട് സാറേ. റഫീഖ് സാറേ, റഫീഖ് സാറേ, ഡെയിലി 1 ലക്ഷം വെച്ച് തരാം. 1 5, 1 10. എന്താ ലേലം വിളിയാ? റഫീഖ് സാറേ, റഫീഖ് സാറേ. റഫീഖെ, പച്ചാളത്തിന്റെ പടത്തിൽ റഫീഖ് അഭിനയിക്കണം. അയ്യേ, ഞാനൊന്നുമില്ല. ഒരു ചീഞ്ഞ സെറ്റപ്പ് അത്. പക്ഷെ ഇൻഡസ്ട്രിയിലുള്ള ടോക്ക് അലക്സാമൽ മിടുക്കൻ ഡയറക്ടറാണ്. പിന്നെ സരോജ് കുമാർ ജാട കാണിച്ചാ തിരിച്ച് നല്ല പണി തനിക്കും കൊടുക്കാലോ. ഈ കിട്ടിയ ചാൻസ്
ഉപയോഗപ്പെടുത്തല്ലേ വേണ്ടത്. അതും ഒരു കണക്കിന് ശരിയാ. പിന്നല്ലാതെ. നിസാം, ഫസ്റ്റ് ഷോട്ട് ജയിൽ പുള്ളികൾ നടന്നു നീങ്ങുമ്പോൾ വിൽ ഗോ അപ്പ്. ഓക്കെ സർ. ജൂനിയർ ആർട്ടിസ്റ്റ് ജയിൽ പുള്ളികൾ ഇനിയും വൈകും. ഇല്ല സർ, ഇതാ അവരുടെ ട്രക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, സമയം കളയണ്ട. ട്രക്ക് ആ പാറക്കൂട്ടത്തിനടുത്ത് നിർത്തിയാൽ മതി. 2 വരിയായി പ്രിസണേഴ്സ്, ഇരുവശങ്ങളുമായി ജയിൽ ഓഫീസേഴ്സ്. ഓക്കെ സർ. ഓക്കെ. എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഇങ്ങനെ ഇറങ്ങണോ? ശീഘ്രം ഇറങ്ങണോ, ശീഘ്രം ശീഘ്രം. எல்லாரும் லைனாയി நில்லுங்க ஐயா. போலீஸ் லைனாയി நில்லுங்க. ശ്യാം, எல்லாரும் லைனாയി நில்லுங்க. ശ്യാം ഇവിടെ. யோ யாரது லைன்ல நிக்க சொன்ன புரிய மாட்டீங்களா? இங்க வா. രവി, അയാളെ ഞാൻ വിളിച്ചതാ. ഓക്കെ സർ. ഇത് അലക്സിന്റെ പടമായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ജയിൽ പുള്ളി. ശിവൻകോവിൽ സ്ട്രീറ്റിൽ ഏജന്റ് വന്ന് പറഞ്ഞു കുറച്ച് ജയിൽ പുള്ളികളെ ആവശ്യമുണ്ടെന്ന്. യൂണിഫോമും തന്നു. വൈകുന്നേരം വരെ നിന്നാൽ 400 രൂപ. 100 രൂപ ഏജന്റ് എടുക്കും, ബാക്കി 300 കൈ കിട്ടും. അലക്സ് ഫിലിം ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ഷൂട്ട് തീരാറായോ? ഒരു മിനിറ്റ്, ഒന്ന് വരൂ. ജോലി, അതിൽ നല്ലതും ചീത്തയും അങ്ങനൊന്നുമില്ല. പക്ഷേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫസ്റ്റ് റാങ്കോടെ ആക്ടിംഗ് കോഴ്സ് പാസ്സായ ശ്യാമിനെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ജീവിതത്തിൽ അഭിനയത്തിന് പരിമിതികളുണ്ട് അലക്സ്. കാശ് കൊടുത്ത് ഇഡ്ഡലി വാങ്ങാതെ ഇഡ്ഡലി തിന്നുന്നതായിട്ട് അഭിനയിക്കാൻ കഴിയുമോ? ചെരുപ്പില്ലാതെ ചെരുപ്പിട്ട് നടക്കുന്നതായിട്ട് ഭാവിക്കാൻ പറ്റുമോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ ഡിപ്ലോമ ഫിലിമിൽ ശ്യാം അഭിനയിച്ചു. അതല്ലാതെ തന്നെ നമ്മൾ സുഹൃത്തുക്കളായിരുന്നു. ശ്യാമിൻ്റെ വേറെ ബോക്സ് എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു സിനിമ ചെയ്യാൻ പോകുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്യായിരുന്നില്ല. ചെയ്യാതിരുന്നത് മനഃപൂർവ്വമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അടുപ്പമുള്ളവരാണ് അകന്ന് നിൽക്കേണ്ടത്. ഒരു പുതിയ സംവിധായകൻ നേരിടേണ്ടി വരുന്ന പ്രഷർ ഞാൻ മനസ്സിലാക്കണമല്ലോ. അലക്സിൻ്റെ ഈ പടം ഒരു വലിയ വിജയമാവട്ടെ. ശേഷം ഞാൻ ധൈര്യമായിട്ട് അലക്സിനെ വന്ന് കാണും. ശരി, ഓക്കെ. അലക്സിന്റെ മൊബൈൽ ഓഫ് ആണല്ലേ? ഞാൻ രാവിലെ മുതൽ ട്രൈ ചെയ്യുന്നു. കുറച്ച് ബുദ്ധിമുട്ടെങ്കിൽ റഫീഖിന്റെ കാൾ ഷീറ്റ് ഒപ്പിച്ചു. ഇനി എത്രയും പെട്ടെന്ന് ലൊക്കേഷൻ കണ്ടുപിടിക്കണം, തുടങ്ങണം. എൻ്റെ ആശങ്ക അതൊന്നുമല്ല. സരോജിന്റെ കാര്യമില്ലേ? ഞാൻ എത്ര വട്ടം പറഞ്ഞു അലക്സേ, പച്ചാളം ബാസി നിർമ്മിക്കുന്ന പടത്തിൽ സരോജ് കമാന്നൊരക്ഷരം മിണ്ടാതെ അഭിനയിച്ചു പോകും. താങ്കളുടെ നിർബന്ധം കാരണം ഈ പ്രോജക്റ്റ് ഏറ്റുപോയെങ്കിലും ഷൂട്ട് അടുത്ത് വരുന്തോറും വേണ്ടായിരുന്നെന്ന് തോന്നല. എന്നാ ഞാൻ അലക്സിനോടൊരു രഹസ്യം പറയാം. ഞാൻ നിർമ്മിക്കുന്ന എല്ലാ പടത്തിലും സരോജ് ഒരു രഹസ്യ പാർട്ണറാണ്. ഡയറക്ടറോട്ട് തല്ലുകൂടിയാൽ അങ്ങേർക്കും കൂടിയല്ലേ പാർട്ണർ എന്ന് പറഞ്ഞാൽ അങ്ങേര് പണം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതിപ്പോ ഞാനും ഇൻവെസ്റ്റ് ചെയ്യാറില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ എല്ലാ പടങ്ങൾക്കും യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അമേരിക്കന്നോ ഗൾഫിന്നോ വരുന്ന ഏതെങ്കിലും വിഡ്ഢികളായിരിക്കും. മനസ്സിലായില്ല അലക്സേ, കേരളത്തിന് പുറത്തുള്ള പല പണച്ചാക്കുകൾക്കും താരാരാധന വളരെ കൂടുതലായിരിക്കും. അവരെ വളയ്ക്കാൻ എളുപ്പമാണ്. സരോജിന്റെ എന്റെയും പാർട്ണറാക്കാമെന്ന് പറയുമ്പോൾ അവനൊക്കെ ആവേശത്തോടെ വന്ന് ചാടും. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അല്ല അവൻ. സാറ്റലൈറ്റ് ഓവർസീസ് ആദ്യമേ ഞങ്ങൾ ഇങ്ങനെ വാങ്ങും. പിന്നെ പടം പൊട്ടിയാലും വിജയിച്ചാലും ഞങ്ങൾക്ക് എന്ത്? അപ്പൊ അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് പടച്ചോന്റെ കയ്യിൽ. അപ്പോഴേക്കും വേറൊരു ആരാധക വിഡ്ഢി വന്ന് ഞങ്ങളുടെ വായിലാക്കപ്പെട്ടിരിക്കും. സിനിമയെ ഇങ്ങനെയുള്ള കള്ളക്കളികൾക്ക് ഉപയോഗിക്കുന്നത് ശരിയാണോ? അലക്സിന്റെ ലക്ഷ്യം എന്താ? കുറച്ച് നല്ല സിനിമകൾ അല്ലേ? തൽക്കാലം അത് മാത്രം ആലോചിച്ചാൽ മതി. മറ്റന്നാൾ യുറേക്ക ടിവിയുടെ അവാർഡ് പരിപാടിക്ക് സരോജ് കേരളത്തിൽ വരുന്നുണ്ട്. ഞാൻ കണ്ട് ഒന്നുകൂടി വിശദമായിട്ട് സംസാരിക്കാം. ഒരാശയ്ക്കും വേണ്ട. പിന്നെ ഞാൻ വിളിക്കാം. ഫ്ലൈറ്റിന് സമയമായി. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. ഇയാൾ ഓഫീസിലോട്ട് വാ. ഹലോ. ആ, ഞാൻ കുറച്ച് ദൂരെയാ. ഇപ്പം വരാനോ? വൈകുന്നേരം പോരെ? ആ, കാര്യം പറഞ്ഞു. ഹലോ, എവിടെ എത്തി? ഇത്ര വേഗം വന്നോ? ദാ വരുന്നു. ഞാൻ
ലൊക്കേഷനിൽ ജയിൽ വേഷം ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അർജന്റാന്ന് പറഞ്ഞപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പോരേണ്ടി വന്നു. 400 രൂപ പോയി കിട്ടി. അയ്യോ, അത് കഷ്ടായി പോയല്ലോ. പെട്ടെന്ന് അമ്മ വിളിച്ചത്. 10 സെന്റ് വാങ്ങാൻ നേറ്റയാള് എന്തോ അത്യാവശ്യത്തിന് ദുബായ് പോവാണത്ര. അങ്ങനെ പിന്നെ 2 മാസം കഴിഞ്ഞാൽ മടങ്ങി വരും. സ്ഥലം വിൽക്കാൻ ധൃതി ഞങ്ങൾക്കാണല്ലോ. നീണ്ട കഥ വേണ്ട, ചെറുകഥയാക്കി പറയും. അങ്ങേര് പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ നടത്തണം എന്ന് വെച്ചാ ചുരുക്കത്തിൽ ഞാൻ നാളെ അവിടെ എത്തണം. ഈ കഥയിൽ എന്റെ കഥാപാത്രം എവിടെയും വരുന്നില്ലല്ലോ. വരുന്നുണ്ടല്ലോ. എനിക്ക് നാട്ടിലെത്തണമെങ്കിൽ ട്രെയിനോ ബസ്സിനോ ടിക്കറ്റ് എടുക്കണ്ടേ? എന്റെ ഭാഗ്യത്തിന് അടുത്ത ഫ്രണ്ട്സിന്റെ കയ്യിലൊന്നും ആവശ്യത്തിനുള്ള കാശില്ല. 700 രൂപയെങ്കിലും വേണ്ടി വരും. ശ്യാം വേണം അത് ഒപ്പിച്ചു തരാൻ. ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാവുമായിരുന്നില്ല. ഇന്നലെ ആയാലും ഇന്നായാലും ശ്യാം എവിടെന്നെങ്കിലും കടം വാങ്ങണ്ടേ? ചുമ്മാരി. ഇന്നലെ എന്റെ 2000 രൂപ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു ഫ്രണ്ടിന് കടം കൊടുത്തു. കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നിട്ട് അവൻ ഇന്നലെ തന്നെ തിരുപ്പതിക്ക് പോയി. എന്തിന്? തലമൊട്ടയടിക്കാനോ? ദേ, ഓക്കെ, ഞാൻ വിശ്വസിച്ചു. തൽക്കാലം 700 രൂപ കിട്ടാൻ വല്ല വഴിയുണ്ടോ? അത് പറ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരു വഴി തെളിഞ്ഞു വന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ വേറൊരു ഫ്രണ്ടിന് 1200 രൂപ കടം കൊടുത്തിരുന്നു. ഭാഗ്യത്തിന് അവനിപ്പോ ചെന്നൈ തന്നെ ഉണ്ട്. ഉടനെ വരാം. വെറും 10 മിനിറ്റ്.